സുഹൃത്തുക്കളെ, നമ്മുടെ പ്രതാപകാലത്ത് നമ്മൾ കരുതും നമ്മളൊരു കാലത്തും താഴെ വീടില്ല, നമ്മളാണ് ഏറ്റവും വലിയ പ്രമാണിമാർ, ബാക്കിയുള്ളവരെല്ലാം നമ്മുടെ താഴെയാണ് എന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ടാവും. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് തിരിച്ചറിവ് ഉണ്ടാകേണ്ട സമയമാണ്. കാരണം അദ്ദേഹത്തിന് തലയ്ക്ക് അമ്മാതിരി അടിയാണ് ജനങ്ങൾ കൊടുത്തിട്ടുള്ളത്. കേരളത്തിലെ 3.5 കോടി ജനങ്ങളാലും ഏറ്റവും അധികം വെറുക്കപ്പെടുന്ന ഒരു മനുഷ്യനായിട്ട് അദ്ദേഹം മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സ്തുതിപാഠകർക്കും അദ്ദേഹത്തിൻ്റെ സിൽബന്തികൾക്കും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കും അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തിനും ഒക്കെ അതിൽ വലിയ പങ്കുണ്ട്. അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി ഡി സതീശന് കൊച്ചിയിലും പറവൂരിലും നൽകിയ സ്വീകരണ യോഗങ്ങൾ അദ്ദേഹം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കൊച്ചിയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തത് സാക്ഷാൽ മമ്മൂട്ടിയാണ്. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിൻ്റെ ചെയർമാൻ, കൈരളി ടിവിയുടെ ചെയർമാൻ മമ്മൂട്ടി, CPMൻ്റെ സഹയാത്രികൻ എന്നൊക്കെ ആളുകളാൽ പറയപ്പെടുന്ന മമ്മൂട്ടി, സഖാവ് മമ്മൂക്ക എന്നുവരെ വിളിക്കുന്ന ചില വിവരം കെട്ട കമ്മികൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അദ്ദേഹം സതീഷിനെ വാനോളം പ്രകീർത്തിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, മമ്മൂട്ടിയുമായി അത്ര അടുത്ത ആത്മബന്ധമുള്ള ഒരാളാണ് രമേശ് പിഷാരടി. അദ്ദേഹത്തിൻ്റെ നിഴല് പോലെ കൂടെ നടക്കുന്ന, ഒരു സിൽബന്തിയെ പോലെ നടക്കുന്ന ആളാണ് രമേശ് പിഷാരടി. രമേശ് പിഷാരടി പാലക്കാട് പോലെയുള്ള നിയമസഭാ മണ്ഡലത്തിൽ പോയി മത്സരിക്കുമ്പം മമ്മൂട്ടിയോട് അനുവാദം ചോദിക്കാതെയും അഭിപ്രായം ചോദിക്കാതെയും ചെയ്യില്ല. എടാ വേണ്ടടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കില്ല. അത് വേണോ രമേശ് എന്ന് ചോദിച്ചാൽ തന്നെ വേണ്ട എന്ന് വെക്കും. പുള്ളി പരിപൂർണമായ മനസ്സോട് കൂടിയിട്ട് നീ പോയി നിൽക്ക്, നീ ഈ അവസരം കളയേണ്ട, നീ നിൽക്ക്, നീ മത്സരിക്ക്, എനിക്ക് പ്രചരണത്തിലും വരാൻ പറ്റില്ല, പക്ഷേ നിനക്കെന്താ ആവശ്യമുണ്ടെങ്കിലും പറഞ്ഞു എന്ന് പറയാനും, നിനക്ക് പ്രചരണത്തിന് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് വേണമെന്ന് പറയാനും മമ്മൂട്ടി മടിക്കില്ല എന്ന കാര്യത്തിൽ അവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കെമിസ്ട്രി അറിയുന്ന ആളുകൾക്ക് ആർക്കും സംശയം ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ മോഹൻലാൽ ചെയ്തത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. പറവൂരിലെ സ്വീകരണത്തിൽ മോഹൻലാലാണ് പങ്കെടുത്തത്. മോഹൻലാലുമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു ബന്ധവും നമുക്കറിയാം. മോഹൻലാലുമായിട്ടുള്ള ഈ ബന്ധം ഇതുവരെ വിസിബിൾ ആയിരുന്നില്ല. മോഹൻലാലിനെ കൊണ്ട് ഇദ്ദേഹം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അവസാന ഘട്ടത്തിൽ ഇലക്ഷന് മുമ്പ് ഒരു ഇൻ്റർവ്യൂ, ഒരു അഭിമുഖം വളരെ സ്ക്രിപ്റ്റഡായിട്ട് നടത്തിച്ചു. അതിന് കൃത്യമായിട്ടുള്ള പൈസയും എണ്ണിയിട്ട് കൊടുക്കേണ്ടി വന്നു. കാരണം മൂപ്പര് സിനിമയിൽ അഭിനയിക്കുന്നു, ആഡിൽ അഭിനയിക്കുന്നു, അതേപോലെ തന്നെ അതിൽ പോയിട്ട് ഇൻ്റർവ്യൂവിൽ അഭിനയിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ചെയ്ത ഒരു ഇൻ്റർവ്യൂ ആയിരുന്നില്ല. ആ സ്ക്രിപ്റ്റിൽ എന്തൊക്കെയാണുള്ളത് അതൊക്കെ ചോദിച്ചു. അതൊക്കെ മറ്റേയാൾ തത്ത പഠിപ്പിച്ച വരി ബ്രിട്ടാസും ടീമും പഠിപ്പിച്ചു കൊടുത്തത് അതേപോലെ പറഞ്ഞു. ഇത്ര മാത്രമേ ഉള്ളൂ. അതിനപ്പുറം ഒരു രീതിയിലും മനസ്സുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ മോഹൻലാൽ അംഗീകരിച്ചിരുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. അതിന് അവാർഡ് കൊടുത്തിട്ടും മറ്റേ ഇത് കൊടുത്തിട്ടും ഒന്നും കാര്യമില്ല. ഇവരെ വിചാരം 4 അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരെയും വിലയ്ക്ക് മേടിക്കാമെന്നായിരുന്നു. കയ്യിലിരുപ്പ് നന്നാവണം, ഇല്ലെങ്കിൽ ആളുകൾ അകന്നു പോകും. അത് ഞാനായാലും നിങ്ങളായാലും സൗഹൃദങ്ങളിലായാലും അല്ലാത്ത രീതിയിലാണെങ്കിലും നേതൃത്വപരമായിട്ടാണെങ്കിലും ഒരു സ്ഥാപനത്തിലെ ജോലിക്ക് നിൽക്കുന്ന ജോലിക്കാരനും അതിൻ്റെ ഉടമയും അതിൻ്റെ മാനേജറും ഒക്കെ തമ്മിലുള്ള ബന്ധമാണെങ്കിലും ഒക്കെ മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുക. മനുഷ്യൻ്റെ ക്വാളിറ്റി നോക്കിയിട്ടാണ് നിലനിൽക്കുക. ഇതിൽ മോഹൻലാൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ എന്താണ്? ഇരട്ടി സന്തോഷമുള്ള നേരമാണിത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലൊരു ചെങ്ങാതിയുടെ സ്ഥാനമാണ് വി ഡി സതീശന്. മറ്റേ ആളടുത്ത് ചെങ്ങാതിയുടെ സ്ഥാനമൊന്നുമില്ല. കാരണം മൂപ്പര് തമ്പുരാനാണ്, ആനപ്പുറത്തിരിക്കുകയായിരുന്നു. നാട് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ മുറവിളി കൂട്ടിയത് അമ്പരിപ്പിച്ചു. സത്യസന്ധതയും സുതാര്യതയും ഇടചേർന്ന ആളാണ് വി ഡി സതീശൻ. അതുകൊണ്ടായിരിക്കാം ജനം വി ഡിക്കായി തെരുവിലിറങ്ങിയത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിനു മുമ്പ് കേരളത്തിൽ ജനങ്ങൾ ഇങ്ങനെ തെരുവിലിറങ്ങിയത് 2006 VS അച്യുതാനന്ദന് സീറ്റ് നിഷേധിക്കപ്പെട്ട സമയത്താണ്. അന്ന് CPMൻ്റെ അണികൾ മുഴുവൻ എല്ലാ അവരുടെ സംഘടനാ ചട്ടക്കൂടുകളും അതിൻ്റെ ഇരുമ്പ് വലയങ്ങളും ഭേദിച്ചുകൊണ്ട് CPMൻ്റെ സഖാക്കൾ തെരുവിലിറങ്ങി പ്രകടനം നടത്തി VSനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനം പുനഃപരിശോധിക്കുകയും PB അംഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ആ കമ്മിറ്റിയിൽ അത് പുനഃപരിശോധിക്കുകയും അന്ന് ഗോപിക്കോട്ടമുറിക്കൽ ആ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് പറഞ്ഞു, നിങ്ങൾക്ക് വേണം ഈ മനുഷ്യനെ വേണമെങ്കിൽ കൊന്നു കളഞ്ഞൂടെ, ഇങ്ങനെ തെരുവിലിട്ട് ചവിട്ടി അരയ്ക്കാതെ എന്ന് പറഞ്ഞിട്ട് വൈകാരികമായി പ്രസംഗിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഗോപിക്കോട്ടമുറിക്കലും VS ഒക്കെ തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടായി. അന്ന് NN കൃഷ്ണദാസ്, മേഴ്സിക്കുട്ടിയമ്മ, CS സുജാത തുടങ്ങിയവരെല്ലാം VSൻ്റെ കൂടെയായിരുന്നു. അങ്ങനെ VSനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കി. ആ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിയമസഭാ കക്ഷിയിൽ പോലും ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും വി ഡി എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ മുഴുവൻ തെരുവിലേക്ക് ഇറങ്ങി. കോൺഗ്രസ്സുകാർ മുഴുവൻ, കോൺഗ്രസ്സുകാർ മാത്രമല്ല UDFൻ്റെ മറ്റു ഘടകകക്ഷികളിൽപ്പെട്ടവരും. അങ്ങനെ വലിയൊരു ക്യാമ്പയിൻ നടന്നു. അങ്ങനെ ഒരു ക്യാമ്പയിൻ കോൺഗ്രസിനകത്ത് ഇതിനു മുമ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇത്രയും ജനകീയനായിട്ട് വന്നതൊന്ന് ഉമ്മൻചാണ്ടിയാണ് വന്നിട്ടുള്ളത്. CPMനകത്ത് VS ആണ്. VSും VDയും തമ്മിൽ ഒരുപാട് സമാനതകളുണ്ട്.
ഇവിടെ പിന്നെ മമ്മൂട്ടി വന്നിട്ട് അതായത് മമ്മൂട്ടി ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നത് വി ഡി സതീശൻ വരണമെന്നായിരുന്നു എന്നുള്ളത് തന്നെ വ്യക്തമായി. മോഹൻലാൽ പച്ചയ്ക്ക് പറയുകയും ചെയ്തു. മമ്മൂട്ടി പിന്നെ കുറച്ചുകൂടി വാക്കുകൾ അളന്നു തൂക്കി വളരെ ശ്രദ്ധിച്ച് സംസാരിക്കുന്ന ഒരാളാണ്. മനസ്സിൽ എഡിറ്റ് ചെയ്ത് സംസാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹം ആർക്കും ഒരു പിടിവള്ളി കൊടുക്കാതെ സംസാരിക്കുകയുള്ളൂ. മാത്രമല്ല, എനിക്കറിയാവുന്നൊരു കാര്യമുണ്ട്. യൂസഫ് അലിയുമായിട്ട് ഇദ്ദേഹം ഇത്രയും നല്ല അടുത്ത ബന്ധമാണ് എന്ന് പറയുമ്പോൾ പോലും എം എ യൂസഫ് അലി പിണറായി മൂന്നാമത് വരരുത് എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് എം എ യൂസഫ് അലി. യൂസഫ് അലിയുടെ കൂടി ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടിയിട്ട് കേരളത്തിലൊരു മലയാളത്തിൽ ഓൺലൈൻ ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു മുൻ എം എൽ എയുടെ നേതൃത്വത്തിൽ അതിന് പറ്റുന്നൊരു ടീമുണ്ടാക്കി അതിൻ്റെ നീക്കങ്ങൾ നടത്തിയിരുന്നു. അവരതിൻ്റെ ഫേസ് ആയിട്ട് തന്നെയാണ് നിശ്ചയിച്ചിരുന്നത്. ഞാനുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. കഴിഞ്ഞ വർഷമാണ് സംഭവം. ഞാനിപ്പോൾ ചെയ്യുന്ന ചാനലിലെ വൈറ്റ് സോൺ ചാനലിലെ ആളുകൾക്കതറിയാം. അവരോട് മാത്രമേ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. വേറെ ആരോടും ഷെയർ ചെയ്യാൻ പോയിട്ടില്ല. വലിയ ഇൻവെസ്റ്റ്മെൻറ്റിലായിരുന്നു. 10 CR ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അത് ഒരു ഓൺലൈൻ ചാനൽ പ്ലാറ്റ്ഫോം തുടങ്ങുക എന്നുള്ളത്. അത് കേരളത്തിലെ നമ്പർ 1 ചാനലാക്കി മാറ്റുക. അതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു. അത്യധികമായി എയിം ചെയ്യുന്നത് CMൻ്റെ നീക്കങ്ങൾ, CM ഓഫീസിൻ്റെ ഇടപെടലുകൾ, ഇടതുപക്ഷ സർക്കാരിൻ്റെ കുഴപ്പങ്ങൾ അത് തുറന്നു കാണിച്ചുകൊണ്ടുള്ള കാര്യങ്ങളുമായിട്ട് നീങ്ങുക എന്നുള്ളതാണ്. ഞാനുമായിട്ട് ഒരു സിറ്റിംഗ് നടന്നില്ല. പക്ഷേ പലവട്ടം ഫോണിൽ കൂടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് പ്രൊജക്റ്റ് ഡ്രോപ്പായിപ്പോയി. അന്ന് അതിൻ്റെ കേന്ദ്രമായിട്ട് നമ്മൾ എടുത്ത സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ആളാരാണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ കേന്ദ്രമായിട്ട് നിശ്ചയിച്ച ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് നിശ്ചയിച്ച സ്ഥലത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഞാൻ വലിയ പാക്കേജ് എനിക്ക് പറയുകയും ചെയ്തു. കാരണം നമ്മൾ പിന്നീട് ചാനലിൻ്റെ ഒരു ജോലിക്കാരനായിട്ട് മാറുകയാണല്ലോ. അതിൻ്റെ ഹെഡായിട്ടാണ്. പക്ഷേ എന്നാൽ തന്നെ ഒരു പൂർണ്ണ സമയം അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. നമ്മളെല്ലാ കാര്യങ്ങളും നോക്കണം. ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു പണിയില്ല. ഇപ്പോൾ പോയിട്ട് വിളിക്കുമ്പോൾ ചെല്ലുക, അല്ലെങ്കിൽ വിളിക്കുമ്പോൾ ഇപ്പം വയ്യാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറയുക, ചെല്ലുക. ഒരു 15 മിനിറ്റ് ലെങ്ത്തുള്ള സ്റ്റോറി. അവിടെ ചെല്ലുമ്പോൾ എന്താ നമുക്ക് വിഷയം എടുക്കേണ്ടതെന്ന് നിന്നൊന്ന് ആലോചിക്കും. അന്ന് ഇന്ന വിഷയം എടുക്കാമെന്ന് പറയും. ഒരു സിഗരറ്റ് വലിച്ചു, ക്യാമറയുടെ മുമ്പിൽ പോയിരുന്നു, അത് പറഞ്ഞു, വായി തോന്നണമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഒരു കട്ടൻ ചായ കുടിക്കും, അടുത്തൊരു സബ്ജക്റ്റ് കണ്ടെത്തും, അതും ഒരു സിഗരറ്റ് വലിക്കും, എന്നിട്ട് പോയിട്ട് അതും പോയി ഒരു 15 മിനിറ്റ് പറഞ്ഞാൽ അരമണിക്കൂർ അടുത്ത പണിയേ ഉള്ളൂ. മറ്റേത് അങ്ങനെയല്ല. എല്ലാ സ്ഥലത്തും നമ്മളെ കണ്ടെത്തണം. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള പാക്കേജാണ് പറഞ്ഞിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് യൂസഫ് അലി കൊണ്ടും പോലും മനസ്സുകൊണ്ട് ഇദ്ദേഹത്തിനെതിരായിരുന്നു. മോഹൻലാൽ മനസ്സുകൊണ്ട് പരിപൂർണമായി വി ഡി സതീഷിനൊപ്പമായിരുന്നു. ഇൻ്റർവ്യൂവിന് നമ്മളെ നികുതി പണത്തുനിന്ന് കുറച്ച് പൈസ എടുത്ത് ചെലവഴിച്ചു എന്നല്ലാതെ വേറെ ഗുണമൊന്നും ഉണ്ടായില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഒക്കെ കണ്ടത് തന്നെയാണ്. നോക്കുമ്പോൾ എല്ലാ പാർട്ടി പ്രവർത്തകരും, എല്ലാ DYFIയുടെ പ്രകടനം, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ പ്രകടനം, SFIയുടെ പ്രകടനം, C8ൻ്റെ പ്രകടനം എല്ലാം ഉണ്ട്. ഈ പ്രകടനത്തിലെല്ലാം കൂടി പങ്കെടുത്തവർ വോട്ട് ചെയ്താൽ തന്നെ അവിടെ CPM ജയിക്കും. പക്ഷേ പ്രകടനത്തിലൊക്കെ പാർട്ടി പറഞ്ഞപ്പോൾ ഇവർ ചെങ്കൊടിയും പിടിച്ച് ഇൻക്ലാബ് സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞിട്ട്, ശ്യാമള ടീച്ചർ സിന്ദാബാദ്, പിന്നെ മറ്റേടത്ത് മധുസൂദനൻ സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തി. വോട്ടിംഗ് മെഷീൻ്റെ മുമ്പിലെത്തിയപ്പോൾ വോട്ട് ചെയ്യണത് ആരും കാണുന്നില്ല. ഈ മുദ്രാവാക്യം വിളിച്ചു കൊടുത്തവരും, വിളിച്ചവരും, ഈ കൊടി പിടിച്ചവരും, ബാനർ പിടിച്ചവരും ഒക്കെ, പോസ്റ്റർ ഒട്ടിക്കാൻ പോയവരും, വോട്ട് ചോദിക്കാൻ വീട് കയറിപ്പോയവരും, പോളിംഗ് ബൂത്തിൽ ഇരുന്നവരും, കൗണ്ടിങ് ഏജൻറ്റുമായിട്ട് ഇരുന്നവരും ഒക്കെ വോട്ട് ചെയ്തത് മറിച്ചാണ് എന്നുള്ളത് തിരിച്ചറിയണം. അവിടെയാണ് ജനങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല, പൾസ് അറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് CPM എന്ന പാർട്ടി ആത്മപരിശോധന നടത്തേണ്ടത്. അവിടെയാണ് പിണറായി വിജയനും MP ഗോവിന്ദൻ മാഷും ഒക്കെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് എന്താണ് തെറ്റുപറ്റിയത് എന്ന് പരിശോധിക്കുകയാണ് ആദ്യം വേണ്ടത്. അവരിപ്പോഴും നാട്ടുകാർക്ക് തെറ്റുപറ്റി എന്നുള്ള അഭിപ്രായത്തിലാണ് നിൽക്കണം. നാട്ടുകാർക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. നാട്ടുകാർക്ക് തെറ്റുപറ്റി അടുത്ത തെരഞ്ഞെടുപ്പിൽ നാട്ടുകാർ തിരുത്തും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറ്റിയ തെറ്റ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തിരുത്തി, 26 നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരുത്തി. ഇപ്പോൾ തെറ്റ് പറ്റിയെന്ന് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 31 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വീണ്ടും തിരുത്തും. അപ്പം ജനങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല. അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, MA യൂസഫ് അലി പിണറായി സർക്കാരിന് എതിരായിരുന്നു. യൂസഫ് അലി അവിടെ ചെല്ലുമ്പോൾ സംഭവം പിണറായിക്ക് താമസിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, യൂസഫ് അലി മുഖേന ഉണ്ടാക്കിയ അവിടുത്തെ ഭരണാധികാരികളുമായിട്ടൊക്കെ ഉണ്ടാക്കിയ ബന്ധം ഒരു രാജാവിനെ പോലെ, ഫെഡറൽ സംവിധാനമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. കേരളം ഒരു പ്രത്യേക രാജ്യമൊന്നുമല്ല, ഒരു സംസ്ഥാനമാണ്. നേരിട്ട് അവിടുത്തെ സ്ഥാനപതികളുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ തുർക്കി ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഇവിടുന്ന് ഒറ്റയടിക്ക് സഹായം പ്രഖ്യാപിക്കുക. വേറെ ഏതെങ്കിലും രാജ്യത്തുണ്ടായാൽ ഉണ്ടാവില്ല. ഇത് പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട്.
ആരാ തുർക്കി? ഇന്ത്യക്കെതിരായിട്ട് ഓപ്പറേഷൻ സിന്ദൂരിന്റെ സമയത്ത് പോലും പാകിസ്ഥാൻ ഉപയോഗിച്ച ഡ്രോണുകളൊക്കെ തുർക്കി നിർമ്മിതമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ആളുകളെ പ്രീണിപ്പിക്കുന്ന മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ഹിന്ദുവായും ക്രിസ്ത്യാനിയായും മുസ്ലിമായും ആളുകളെ വിഭജിച്ച് നിർത്തി, തൊഴിലാളിയായും മുതലാളിയായും ഒക്കെ ആയിട്ട് ആളുകളെ വിഭജിച്ച് നിർത്തി തമ്മിലടുപ്പിച്ച് അതിനിടയിൽ ചോര കുടിക്കുന്ന ചെന്നായ്ക്കളുടെ സ്വഭാവത്തിൽ നിന്ന് CPM-ന്റെ നേതാക്കന്മാർ മാറിയിട്ടില്ലെങ്കിൽ ബംഗാളിലേതുപോലെയാവും ഇവിടെയും അവസ്ഥ. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ള സ്ഥിതിയിലേക്ക് ഈ സംഘടന മാറും. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പോക്ക് പോയാൽ പാർലമെന്റിലെ ബംഗാൾ നിയമസഭയിലെ ആളുകൾ ഇല്ലാതായതുപോലെ തന്നെ മുമ്പ് പാർലമെന്റിലെ അംഗത്വമില്ലാത്തൊരു പാർട്ടിയായി ഒരൊറ്റ MP പോലും ഇല്ലാത്തൊരു പാർട്ടിയായിട്ട് മാറും. കാരണം ഇപ്പോൾ തമിഴ്നാട്ടിൽ അറിയപ്പോൾ TVK കൂടെ വന്നു കഴിഞ്ഞപ്പോഴുള്ള സ്ഥിതി. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരും പിന്നെ ഇവിടുന്ന് അപ്പോൾ അവൻ രാധാകൃഷ്ണനും പോയതുകൊണ്ടാണ് പാർലമെന്റിലുള്ളത് 2-3 പേരുള്ളത്. പാർലമെന്റിൽ പോലും പ്രാതിനിധ്യമില്ലാത്തൊരു പാർട്ടിയായിട്ട് CPM മാറുന്നുള്ള തിരിച്ചറിവ് വേണം. ആദ്യം നിങ്ങൾ ആനപ്പുറത്തുനിന്ന് താഴത്തേക്ക് ഇറങ്ങ്, മണ്ണിലേക്കിറങ്ങ്, നിലത്ത് ചവിട്ടി നിൽക്ക്, നിലത്ത് നിന്ന് ചിന്തിക്ക്. ഇത് മൊബൈൽ ടവറിൻ്റെ മോളിൽ കയറി ഇരുന്നിട്ടാണ് MA ബേബിയും P രാജീവും ഗോവിന്ദമാഷും ഒക്കെ ചിന്തിക്കുന്നത്. എന്നിട്ടോ ഇവർ പറയുന്നതോ നമുക്കാർക്കും മനസ്സിലാവില്ല. നമ്മൾ സാധാരണ മലയാളം പഠിച്ചാൽ നമുക്കാർക്കും മനസ്സിലാവില്ല. ഇത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്താൻ വേറൊരാൾ വേണം ഇവർ പ്രസംഗിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഗോവിന്ദമാഷ് MA ബേബിയുടെയും P രാജീവിൻ്റെ ഒക്കെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ വേറൊരാൾ വേണം, മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ, മനുഷ്യൻ മനസ്സിലാവുന്ന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ. അങ്ങനെ ഒരു മലയാളിയുടെ മലയാളത്തിലുള്ള പ്രസംഗം മലയാളികൾക്ക് വേണ്ടി വീണ്ടും മലയാളത്തിൽ പരിഭാഷപ്പെടുത്തേണ്ടി വരുന്ന ഗതികേടുകളിലേക്ക് CPM-ന്റെ നേതാക്കന്മാരുടെ ഭാഷാശൈലി മാറിയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് അവർ മനുഷ്യരുമായി ബന്ധമില്ലാത്തവരായി, ഹൃദയം കൊണ്ട് സംസാരിക്കാത്തവരായി മാറി എന്നുള്ളത് തെളിയുന്നത്. എന്തായിരുന്നാലും ഇതൊക്കെ കാലത്തിൻ്റെ കാവ്യനീതിയാണ്. മോഹൻലാലിൻ്റെ പ്രസംഗം എനിക്കിഷ്ടമായി. മോഹൻലാലിന് കൊടുത്ത പൈസ സ്വന്തം പോക്കറ്റിൽ നിർത്തി കൊടുക്കണം, അത് ഗവൺമെൻറ്റിൻ്റെ ഖജനാവിലേക്ക് തിരിച്ചടക്കണം എന്നുള്ളതാണ് എനിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയാനുള്ളത്.